നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സംഭവിച്ചത് എന്താന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. ചേച്ചി, എന്നെ ഇവിടെ ഒന്ന് ഇറക്കിയാൽ മതി. ഗർഭിണിയായ ആ പെൺകുട്ടി ഇറങ്ങി പോയതിനു ശേഷം ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ട വിവരം ഞാൻ അറിയുന്നത്. പക്ഷെ അന്നേരമൊന്നും എനിക്ക് അവളെ സംശയം തോന്നിയില്ല. എന്തോ ഭാഗ്യത്തിനാ ഇന്നവളെ ഞാനും ഗാർഗയും കണ്ടത്. അന്നേരം അവൾക്ക് ഗർഭമില്ല, ഒന്നുമില്ല. പിന്നൊന്നും നോക്കിയില്ല. ഞാനും പാർവതിയും ഓടിച്ചു പിടിച്ച് അവളെ ചോദ്യം ചെയ്തു. അവളെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് ഭയപ്പെടുത്തി. അപ്പോഴാ അവള് സത്യം പുറത്തു പറയുന്നത്. ഞാനിതൊക്കെ ചെയ്തത് ജാസ്മിൻ പറഞ്ഞിട്ടാ. എനിക്ക് കുറച്ച് പണം നൽകിയിട്ട് ജാസ്മിൻ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഗർഭിണി വേഷം കെട്ടി ലിഫ്റ്റ് ചോദിച്ച് കാറിൽ കയറിയത്. ഇപ്പൊ എല്ലാവർക്കും ബോധ്യായില്ലേ ഈ ജാസ്മിൻ ചതിക്കായിരുന്നെന്ന്? ഇല്ലെന്ന് ഇവള് പറയട്ടെ. പറയടി, ആ പെൺകുട്ടി അയച്ച ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റിയത് നീയല്ലേ? നീയല്ലേന്ന്? പാർവതി, വീട് പാർവതി, നീ കൈയെടുത്തേ, അത് അവള് പറയട്ടെ. അതേടി, ഞാൻ തന്നെ അവളെ പറഞ്ഞയച്ച് ആ ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റിയത്. നീ ഊഹിച്ചതും ശരി തന്നെയാ. ഡോക്യുമെന്റ്സ് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോ വിശാല് നിന്നെ വെറുക്കണം, നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കണം. അത് തന്നെ ആയിരുന്നടി എന്റെ ലക്ഷ്യം. വിശാലിനെ നേടാൻ വേണ്ടിയേ ഞാൻ എന്തും ചെയ്യടി. ഞാൻ ഏതറ്റം വരെയും പോവും. ജാസ്മിൻ, നീ ഇത്രയ്ക്കും ദുഷ്ടയായിരുന്നോ? ഒരു പാമ്പിനെയാണല്ലോ ഇത്രയും നാളും പാലൂട്ടിയത്. എന്റെ പേരക്കുട്ടിയെ ദ്രോഹിക്കാൻ ശ്രമിച്ച നീ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇവളെ ആരെങ്കിലും പിടിച്ച് പുറത്താക്ക്. അത് ഞാൻ തന്നെ ചെയ്യാം. വിശാൽ സാറിന്റെ രക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. ഇവിടെ നീ എന്നെ അടിച്ചിറക്കി വിടുവൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ, ഈ നിൽക്കുന്ന വിശാലിന്റെ ഭാര്യയായി ഇവൻ അണിയിക്കുന്ന താലി ചാർത്തി ഇവിടുത്തെ മരുമോളായിട്ട് ഈ വീട്ടിലേക്ക് ഞാൻ വന്ന് കേറും. അല്ലാത്ത പക്ഷം ഇവിടെ ഈ നടുത്തളത്തില് ഇവന് ഞാൻ വെള്ള പുതപ്പിച്ച് കിടത്തും. ജാസ്മിൻ ചെയ്യുന്ന ദുഷ്ടത്തരങ്ങൾ വിശാൽ സാറിനോട് പറഞ്ഞ് വീട്ടിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കണം. പക്ഷേ അതിനൊരു മാർഗം കാണണമെങ്കിൽ ആദ്യം ഇതിനു പിന്നിലുള്ള സകലരെയും നമ്മൾ കണ്ടെത്തണം. എന്തായാലും ജാസ്മിൻ മാത്രമായിരിക്കില്ല ഇതിനു പിന്നിലെ പ്രതികൾ. അതെനിക്കും തോന്നിയത്. അതോടൊപ്പം
ഇനി നമ്മുടെ വീട്ടിൽ തുടരാതിരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവളുടെ വിവാഹം നടത്തി അവളെ അവിടുന്ന് പറഞ്ഞു വിടുക എന്നുള്ളതാണ്. അവളെ വിവാഹം കഴിപ്പിക്കണം. വിശാൽ സാറിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞല്ലേ അവൾ അവിടെ നിൽക്കുന്നത്. അവളുടെ വിവാഹം നടത്തിയ പിന്നെ അതും പറഞ്ഞ് അവൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. ആ അത് ശരിയാ. പക്ഷേ വിവാഹത്തിന് ജാസ്മിൻ സമ്മതിക്കൂ? അതിനൊരു വഴി കാണണം. ഈ പുതിയ സിമ്മിന്ന് വിളിച്ച ജാസ്മിന്റെ അച്ഛൻ ആളാരാണെന്ന് അറിയാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ ജാസ്മിന്റെ അച്ഛനെ വിളിച്ച് അവക്കൊരു 8ന്റെ പണി കൊടുക്കാം. ഹലോ ഹലോ, ഇതാരാണ്? ഞാൻ ആരാണെന്ന് ഇവിടെ വിഷയമല്ല. ഞാൻ വിളിച്ചത് നിങ്ങളുടെ മകളെക്കുറിച്ച് ചിലത് പറയാനാ. അവൾക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. അവളുടെ കയ്യിലിരിപ്പ് ഈ വിധമാണെങ്കിൽ അധികം വൈകാതെ അവക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നിങ്ങൾ ആരാണ്? നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയും. അല്ല, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മോളെ ആ ഗായത്രി ദേവിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിരിക്കുന്നത്? അവക്കവിടെ എന്താ കാര്യം? ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വീട്ടില് നിങ്ങളുടെ മകളെ അഗതിയെ പോലെ നിർത്താൻ നിങ്ങക്ക് ലജ്ജയില്ലേ? ഇത്രയ്ക്ക് നാണം കെട്ട് ജീവിക്കേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്കും ഉണ്ടോ? അവൾ അവിടെ ആ വീടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കോ? അവരെ ചതിക്കാൻ നോക്കുക. അതെങ്ങാനും വിശാൽ അറിഞ്ഞാ പിന്നെ നിങ്ങളുടെ മകനെ പോലെ തന്നെ മകൾക്കും ജയിൽവാസം ആയിരിക്കും വിധി. അതെ, നിങ്ങൾ ആരാ അത് പറയ്. ഹലോ ഹലോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.